നമസ്കാരം. പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ 20 ലക്ഷത്തോളം വീട്ടുജോലിക്കാരുണ്ടത്രേ. ഇതിൽ 12.5 ലക്ഷം സ്ത്രീകളും 7.5 ലക്ഷം പുരുഷന്മാരുമാണ്. സ്ത്രീകളെല്ലാവരും വീട്ടുജോലി വിസയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എത്തുന്നവരാണ്. എന്നാൽ പുള്ളിക്കാരിൽ ഹൗസ് ഡ്രൈവർ, പാചകക്കാർ, പൂന്തോട്ട ജോലിക്കാർ, സെക്യൂരിറ്റി ജീവനക്കാർ, പരിചാരകർ തുടങ്ങിയവയൊക്കെ പെടും. ഹൗസ് ഡ്രൈവർമാരിൽ ഭൂരിപക്ഷവും സാധാരണ തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത, തൊഴിലാളിക്ക് ലഭിക്കേണ്ട പരിഗണനയൊന്നും തന്നെ ലഭിക്കാത്ത വീട്ടുജോലി വിസയിലാണ് തങ്ങൾ എത്തുന്നതെന്ന് അറിയാത്തവരായിരിക്കും. ഹൗസ് ഡ്രൈവർ എന്ന വിസ കിട്ടുമ്പോൾ പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഗൾഫ് ജോലിക്കായി ഇറങ്ങി പുറപ്പെടാവൂ. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ പ്രവാസലോകം ആരംഭിക്കുന്നത്. പ്രവാസലോകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബയോമെട്രിക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത സൗദിയിലെ വിദേശികൾക്ക് ജവാസത്തിന്റെ ഒരു സേവനവും ലഭിക്കില്ലെന്ന് സൗദി ജവാസാത്ത് മുന്നറിയിപ്പ് നൽകി. സൗദിയിലുള്ള എല്ലാ വിദേശികളും അവരുടെ ആശ്രിതരും നിർബന്ധമായും ജവാസാത്ത് ഓഫീസുകളിലെത്തി വിരലടയാളം നൽകിയിരിക്കണം. വിദേശികളുടെ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിരലടയാളം നിർബന്ധമില്ല. ബയോമെട്രിക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത വിദേശികൾക്ക് ഇക്കാമ പുതുക്കൽ, എക്സിറ്റ്, റീ എൻട്രി തുടങ്ങിയ ഒരു സേവനവും ലഭിക്കില്ലെന്ന് ജവാസത്ത് വ്യക്തമാക്കി. 12 വർഷത്തോളം കുവൈറ്റിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശി റസാഖ് കഴിഞ്ഞ ജൂണിലാണ് മലേഷ്യയിലേക്ക് ജോലി തേടി പോകുന്നത്. ക്വാലാലംപൂരിൽ ഹോട്ടൽ ജോലിക്കാരനായിരുന്ന റസാഖ് കഴിഞ്ഞ ഒക്ടോബർ 11 തീയതി ആത്മഹത്യ ചെയ്തതായി കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചു. എന്നാൽ ഇതിന് തൊട്ടു മുൻപ് താൻ ആരെയോ ഭയപ്പെടുന്നതായി ഭാര്യ നസീമയോട് റസാഖ് പറഞ്ഞിരുന്നു. റസാഖിന്റെ അകാല വിയോഗത്തിന്റെ കാരണമന്വേഷിച്ചാണ് നസീമയും 2 കുട്ടികളും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. റസാഖിനെ കുറിച്ച് നമുക്ക് ഈ കുടുംബാംഗങ്ങളോട് വിശദമായി സംസാരിക്കാം. ഈ റസാഖ് മലേഷ്യ പോകാൻ കാരണം എന്താ? ഗൾഫിലല്ലേ ഇപ്പൊ സാധാരണ നമ്മളാളൊക്കെ പോകല്ലേ? അവിടെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത്. അവിടെ കുവൈത്തിലൊരു ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പോന്ന്. കുവൈത്തിലൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മലേഷ്യയിലേക്ക് പോയത്. അല്ല, ഇവിടെ വന്നിട്ട് ഉംറക്ക് പോയിട്ട്, നാട്ടിൽ വന്നിട്ട് 6 മാസം ഉണ്ടായിന്. പിന്നെ ഉംറക്ക് പോയിട്ട് നേരെ മലേഷ്യയിലേക്ക് പോയതാണ്. അപ്പൊ പിന്നെ അവിടുന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞത് റസാഖിന് എന്തോ ഉടമ്പ് ശരിയില്ല, ഒരു തമിഴനാന്ന് വിളിക്കുന്നത്, പിന്നെ എന്തെല്ലോ പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മളോട് വിളിച്ച്. അപ്പോൾ നമ്മളൊക്കെ തമിഴ് അറിയാത്തതുകൊണ്ട് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയോ വെച്ചത്. അപ്പോൾ നമ്മളൊരു ബന്ധു ഉണ്ടായി. അപ്പോൾ എൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവന് സുഖമില്ലെങ്കിൽ നിങ്ങൾ കയറ്റി വിട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കും, ഞങ്ങൾ എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോയിക്കോളാം അറിഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് വരാനുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് വിസ ഉണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് വരാൻ മലേഷ്യയിലേക്ക് വിസ ഉണ്ട്, ഞാൻ വന്നാൽ മതി ചോദിക്കുമ്പോൾ അവരോട് വേറെ ആരെങ്കിലും വരാനുണ്ടോ? അപ്പം നമ്മൾ ആരും വരാനില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചേ, സുഖമില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? അപ്പോൾ സുഖമില്ല, ഞാൻ അങ്ങോട്ട് വരാറുമ്പോൾ അയാൾ പറഞ്ഞു വേണ്ട, അങ്ങ് 3 ദിവസം കഴിഞ്ഞിട്ട് കയറ്റിയേക്കാം, 3 ദിവസം കൊണ്ട് നമുക്ക് കയറ്റിയേക്കാറുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉപ്പാനെ വിളിച്ചെന്നെ. അപ്പം ഇപ്പം എനിക്കൊന്നുമില്ല, ശരിയുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ജോലി എടുക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാറ്. പിന്നെ ഒരു 5 മണിക്ക് ആദ്യമൊരു ഫോൺ വന്ന്, നിങ്ങൾ ഒന്ന് കമ്പി അടിക്കോ, റസാഖിന് നല്ലോണം സുഖമില്ല അറിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു. അത് വിളിക്കുന്ന മദ്രാസിൽ നിന്നാണ്, അതും തമിഴ് പറയുന്ന ആൾ തന്നെ. നിങ്ങളൊന്നൊരു കമ്പി അടിക്ക്, റസാഖിന് സുഖമില്ല പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ആദ്യമേ വിളിച്ചു മലേഷ്യയിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു എന്നൊന്നുമില്ല, എനിക്ക് സുഖേടൊന്നുമില്ല, എനിക്കെന്തോ എന്നാരോ കൊല്ലാൻ വരുന്ന പോലെയുണ്ട്, എനിക്കൊരു പേടിയാന്ന്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു പേടിക്കുന്ന ഒരു സ്വഭാവങ്ങളോ അങ്ങനത്തെ ഒന്നും ലേടമാണെങ്കിൽ പോകാനോ എല്ലാത്തിനും നല്ലൊരു ധൈര്യമില്ല ആളാന്ന്. അപ്പം നമ്മൾ വിചാരിച്ച് നാട്ടിലേക്ക് വരുന്നത് കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പറയുന്നതായിരിക്കും, നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നിയത്. പിന്നെ ഈ തമിഴൻ എന്നോട് വിളിച്ചിട്ട് ഉടമ്പ് ശരിയില്ല പറയുന്നു, ഇവർ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് നല്ല ഇതുണ്ട്, ഞാനിവിടെ ജോലി എടുക്കുന്നുണ്ട്. രാത്രി അവളോട് സംസാരിച്ച് എപ്പോഴും 6 മണിയാകുമ്പോൾ നമുക്ക് വിളിക്കും. അതുപോലെ വിളിച്ച് ഞായറാഴ്ച രാവിലെയും വിളിച്ച്, ഞായറാഴ്ച രാവിലെ വിളിക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വിളിക്കാറുണ്ട്. പിന്നെ ഒരു 8 മണി, നമ്മൾ എടുത്ത നാട്ടിൽ 8 മണിക്ക് മോളെ മൊബൈലിൽ വാട്സപ്പിലുണ്ട് തൂങ്ങിയ ഫോട്ടോ അവരിട്ടിട്ട്, പിന്നെ പാപ്പ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്
മോളെ വാട്സപ്പിലാന്നിട്ട്. അപ്പം നമ്മൾ പറയും നീ മോളാണെന്ന് എങ്ങനെ ഈ ഫോണെന്ന് അവർക്ക് മനസ്സിലായി നമ്പർ. അവർ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് വിളിച്ചത്. ഒന്ന് എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു റസാക്ക് മൗത്തായി പോയി, ഞങ്ങൾ ഇവിടെ തന്നെ മയ്യത്ത് അടക്കുന്നത്. പിന്നെ നമ്മളോടൊരു നിങ്ങൾക്കൊരു ബന്ധുക്കളുണ്ടോ അല്ലെങ്കിൽ മലേഷ്യയിൽ നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടോ ഇങ്ങനെയൊന്നൊരു ചോദിക്കലോ ഒന്നുമില്ല. അവർ ഒരേ എടുത്ത പാടെ അയാൾ എന്നോട് പറഞ്ഞു അബ്ദുൾ റസാക്ക് മൗത്തായി പോയി, നമ്മൾ ഇവിടെ തന്നെ ഒന്ന് മയ്യത്ത് അടക്കുന്നത്. അപ്പം ഞാൻ ബോധം ഇല്ലാതായി. പിന്നെ മോക്ക് 2 ദിവസം ഹോസ്പിറ്റലിലായി. ഈ തൂങ്ങിയ ഫോട്ടോ ഇട്ടത് മോളെ വാട്സപ്പിലാണ്. പിന്നെ ഒരാളും അറിയുന്നില്ല, ഒരാണുങ്ങൾക്ക് അവർ ഫോൺ വിളിക്കുന്നില്ല. നമ്മൾ പിന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ ആരും ഫോൺ എടുക്കുന്നില്ല. ഇത് നമുക്ക് അറിയണ്ട എങ്ങനെ മരണപ്പെട്ടോ എവിടെ ഇല്ലത് ഏത് സ്ഥലത്താണെന്നില്ലത് ഹോസ്പിറ്റലിലാണ് എന്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ ഈ വിളിച്ച ആളുകൾ ഫോൺ എടുക്കുന്നില്ല, ആര് വിളിച്ചാലും എടുക്കുന്നത്. അങ്ങനെ ഇവർ അനുജന് ഗൾഫിൽ നിന്ന് മലേഷ്യയിൽ വേറെ സംഘാടനക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പോകുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടമെല്ലാം ചെയ്തിട്ട് കഴിഞ്ഞു. പക്ഷെ അവർ നമ്മളോട് ചോദിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം ചെയ്യണോ, നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുവരാൻ ആളുണ്ടോ, ഇങ്ങനെയുള്ളൊരു ചോദ്യം അവരടുത്തു നിന്നില്ല. പിന്നെ ഈ സംഘാടനക്കാർ വന്നിട്ട് മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നിന്. പക്ഷെ മയ്യത്ത് ഞാൻ കണ്ടിട്ടില്ല, കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ട് കണ്ടില്ല. രാത്രി ഇല്ല, അവര് രാത്രി 2 മണിക്കാണ്. പിന്നെ ഈ മയ്യത്ത് കൊണ്ടുവന്നവരെ സംസാരത്തിലെല്ലാം നമുക്കെന്തോ ഒരു സംശയമില്ലോ പോലെയാന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ഈ വെള്ളിയാഴ്ച ശനിയാഴ്ചയിലുള്ള എല്ലാ കാര്യത്തിലും ഫോൺ വിളിയിലെല്ലാം നമുക്ക് സംശയമാണ്. പിന്നെ നമ്മൾ കേസെല്ലാം കൊടുത്ത് പിന്നെ അതിന് പിറകെ ഈ അണ്ണൻ എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് നമ്മൾ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു മലേഷ്യയിൽ നിന്ന് മരിച്ച്. പിന്നെ എന്നെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കേസ് കൊടുത്തെന്ന് അറിഞ്ഞ ശേഷം അയാൾ മൊബൈൽ എടുക്കുന്നില്ല. നമ്മുടെ അയാൾ അത് എടുക്കുന്നില്ല. അമ്മ എംബസിക്കെല്ലാം കേസ് കൊടുത്തു. അവർ പറഞ്ഞ് വിസ അടിച്ചിന്, അവിടെ പോയിട്ട് വിസിറ്റിങ്ങിലാന്ന് പോയത്. പിന്നെ 1 ലക്ഷം ഉറുപ്പ കൊടുത്തിട്ട് വിസ അടിച്ച്. ആരാണ് വിസ കൊടുത്തത്? വിസ കൊടുത്ത ആള് നമുക്കറിയില്ല. ഈ ഉസ്താദ് പറയുന്നത് ഞാനാന്ന് കൊടുത്ത്, ഹോട്ടൽ മുതലാളിയാണ്. പള്ളിയിലാന്ന് ഈ തൂങ്ങി മരിച്ചത് ഉണ്ടായത്. നമുക്ക് ഫോട്ടോ അയച്ചെന്ന് പള്ളിയിൽ നിന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഫോട്ടോത്തിൽ കാണുമ്പോൾ നമുക്കൊരു സ്വയം ബോഡി കൊണ്ടുവന്നത് ഉപ്പാന്റെ പേരിലുള്ള വേറൊരാളെ പേരിലാണ് ഈ ബോഡി കൊണ്ടുവന്ന നാട്ടിലേക്ക്. അത് അവര് പറയുന്നു, ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നു ഈ ബോഡി കൊണ്ടുവന്നത് റസാഖിച്ചാന്റെ പേരിലല്ല, പിന്നെ ആ വിസ കള്ള വിസയാണ്. അങ്ങനെ എംബസിയിൽ നിന്ന് ഒരു കള്ള വിസ അടിച്ചു കൊടുക്കൂലല്ലോ. പാസ്പോർട്ടെല്ലാം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എംബസിക്ക് അതെല്ലാം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ നിഗൂഢത ഇല്ലത് എന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. എന്താ വെച്ചാൽ ഇയാൾക്ക് സമനില തെറ്റാൻ ഒറ്റൊരു നിമിഷം കൊണ്ട് ഒരാൾക്ക് സമനില തെറ്റൂലല്ലോ. ഒരു നിമിഷത്തേക്കാണ് അവർ വിളിച്ചിട്ട് പറയുന്നത് ഇയാൾക്ക് സമനില തെറ്റി. പക്ഷെ ആ സമനില തെറ്റിയ പോലെ നമ്മളോട് സംസാരിക്കുന്നില്ല. അങ്ങനെയെങ്കിലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളോട് നല്ല രീതിയിൽ എപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെ. കൊണ്ടുപോയത് ഇവിടുന്ന് ട്രാവൽസിൽ അവർ വിസിറ്റിങ്ങിലാന്ന് പോയത്. ആടുന്ന് വിസ അടിച്ചു കൊടുത്തതാണ് അവര്. ജോലി ഒരു തമിഴ് മദ്രാസിൽ. അയാൾ പേരിലേക്ക് ഞാൻ 40,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് വിസ. എൻ്റെ പൈസ ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ മദ്രാസിൽ നിന്ന് വിളിച്ച നമ്പറുകളെല്ലാം DGP അഡ്വക്കേറ്റ് വഴിക്കാണോ കൊടുത്തുള്ളത്? അഡ്വക്കേറ്റ് വഴിക്കാണ്. നല്ല വക്കീലാണ് അല്ലേ? നമുക്ക് നമ്മളൊരു കുടുംബ ഫാമിലി ആയിട്ടില്ല. എല്ലായിടത്തും കൊടുത്തിന്. മലേഷ്യയിൽ ഇപ്പോൾ അവർ ആ ഫോട്ടോകളെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് എഴുത്തു വന്നിന്. അതെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ തൂങ്ങിയ ആർക്കും ഈ തൂങ്ങിയ ഫോട്ടോ കിട്ടിയിട്ടില്ല എന്ന് അവർ പറയുന്നു. ആ തൂങ്ങിയ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇനി ഏതൊരാൾക്കും മനസ്സിലാവും അത് തൂക്കിയതാണെന്നില്ല, സ്വയമായിട്ട് തൂങ്ങിയവരതല്ലാന്നുള്ളത്. മലേഷ്യയിലെ പ്രേക്ഷകരോടും പ്രവാസലോകം പ്രവർത്തകരോടും അവരുടെ ഭാര്യ പറയുന്ന സംശയം നമുക്കും തോന്നാം, എന്തുകൊണ്ട് അദ്ദേഹം തൂങ്ങി മരിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് എംബസിയാണ്. അതുപോലെ പ്രവാസലോകം പ്രവർത്തകർ അവിടെ ഉള്ളവർ ഇദ്ദേഹത്തിൻ്റെ മരണകാരണം അന്വേഷിക്കുകയും ഈ കുടുംബത്തെ അറിയിക്കുകയും ചെയ്യാം. നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇനി മറ്റൊരാൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കണം. ഈ കുടുംബത്തിന് അത്തരത്തിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുകയും വേണം. കാരണം ജീവിതത്തിൻ്റെ കരുത്തനായ ഒരത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മക്കളൊക്കെ ചെറുപ്പമാണ്, അവരും ചെറുപ്പമാണ്. ജീവിതം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
അതിൻ്റെ നിയമവശങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ നിയമജ്ഞരും അതുപോലെ മലേഷ്യയിലെ എംബസിയും ഒക്കെ കൂടി അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരേൽ ഒറ്റ വീഴ്ചയേ ഉള്ളൂ, ഇവിടെ വെച്ചിട്ടൊരു പോസ്റ്റ്മോർട്ടം നടന്നില്ല എന്നുള്ളതാണ് സത്യം. അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ലായിരുന്നു. കുറേ കൂടി വെളിച്ചം നമുക്ക് ഈ കാര്യത്തിലേക്ക് കിട്ടുമായിരുന്നു. അത് നടന്നില്ല. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് റസാക്കിൻ്റെ ഭാര്യയും മക്കളും വന്നിട്ടുള്ളത്. മറ്റൊന്നും നമുക്കിപ്പോൾ സാധ്യമല്ലല്ലോ. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് തരികയാണ്. മലേഷ്യയിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും പ്രവർത്തകരും ഈ വിഷയത്തെക്കുറിച്ചിട്ട് കൃത്യമായി അന്വേഷിച്ചിട്ട് നിങ്ങൾക്കൊരു വിവരം തരുന്നതാണ്. അതുപോലെ എംബസി ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ലഭിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഇതാണിപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്. മനസ്സിലായ? മക്കൾക്ക് മനസ്സിലായ? എത്രയേ ഉള്ളൂ. നിങ്ങളുടെ ദുഃഖം നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കൊന്നും മറ്റുള്ളവരുടെ പോലെ അവിടെ ഒളിച്ചിരിക്കുകയൊന്നുമല്ലല്ലോ. എന്നേക്കുമായ അപ്രത്യക്ഷമായ ഒരാളെ കുറിച്ചിട്ട് നിങ്ങളുടെ മുന്നിലൂടെ തന്നെയാണ് അദ്ദേഹം അപ്രത്യക്ഷമായി പോയത്. 2015 ഏപ്രിൽ സൗദിയിലേക്ക് പോയ ആലപ്പുഴ സ്വദേശി രതീഷ് അതേ വർഷം ഒക്ടോബറിൽ അപകടത്തിൽ മരണപ്പെട്ടതായി വീട്ടുകാർക്ക് വിവരം ലഭിച്ചു. മരണത്തിന് തൊട്ടു മുൻപുള്ള ഫോൺ വിളികളിലെല്ലാം താൻ ആരെയോ ഭയപ്പെടുന്നതായി രതീഷ് വീട്ടുകാരോട് പരാതിപ്പെട്ടിരുന്നു. നാട്ടിൽ ടിപ്പർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഓടിച്ച് പരിചയമുണ്ടായിരുന്ന രതീഷ് അവിടെ ഒരു അറബിയുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. രതീഷിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചാണ് കുടുംബാംഗങ്ങൾ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. രതീഷിനെ കുറിച്ച് നമുക്ക് വിശദമായി ഭാര്യയോടും അമ്മയോടും സഹോദരങ്ങളോടും ചോദിച്ചറിയാം. രതീഷ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര വരെ? 10 വരെ. 10 വരെ. വടൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ ആരെ കൊണ്ടുപോയത്? അവിടെ അടുത്തുള്ള ഒരാള് റിയാസ് എന്ന് പറഞ്ഞു. റിയാസ് ഈ 30-ാം തീയതി ഒക്ടോബർ 30-ാം തീയതി വരെ എന്നെ വിളിച്ച് ഉച്ചയ്ക്ക് വിളിച്ചേച്ച് എന്നെ വഴക്ക് പറഞ്ഞു, വയ്യാത്ത അമ്മ ജോലിക്കൊന്നും പോകരുതെന്നും പറഞ്ഞു. ഇത്രയും എന്നോട് സംസാരിച്ച് പൈസ പിന്നെ നവംബർ 6-ാം തീയതി 7-ാം തീയതി ഇട്ട് തരാം, ആശുപത്രിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. ഇത്രയും എന്നോട് പറഞ്ഞുള്ളൂ ഉച്ചയ്ക്ക്. പിന്നെ എന്നോട് 31-ാം തീയതി എന്നെ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്ന ഭാര്യയെ. ആ 31 കഴിഞ്ഞ് നവംബർ 1-ാം തീയതി 2 പേര് വന്നേച്ച് പറയുന്നു രതീഷിന് ആക്സിഡൻറ്റ് പറ്റി. ഞാൻ കേട്ടപ്പോഴേ കിടന്ന് കരഞ്ഞ് എനിക്ക് ബോധക്കേടൊക്കെ ആയി. അപ്പോൾ തന്ത എന്നെ വഴക്ക് പറഞ്ഞു, ബഹളം വെക്കാതെ ഒന്നും ശരി വിവരം അറിയാതെ ബഹളം വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ കരഞ്ഞെല്ലാം ഇരിക്കുമ്പോൾ ഉണ്ട് ചേട്ടത്തിയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടത്തി കുമരകത്ത് കിടക്കുന്ന ആൾ, ആ സൗദിയിൽ നടക്കുന്ന സംഭവത്തിന് ഇപ്പോൾ അവരെ വിളിച്ചു വരുത്തിയാൽ എന്ത് ചെയ്യുമെന്നും പറഞ്ഞപ്പോൾ ഒക്കത്തില്ല. ഈ മോളെ വിളിച്ച്, ഈ മോളെ ഇളയ മരുമോള് വിളിച്ച് പറഞ്ഞു, ഇതിനെയും വിളിച്ച് പറഞ്ഞു. ഇതങ്ങ് അതിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇതിനെയും വിളിച്ച് പറഞ്ഞു, ഇതും കുഞ്ഞും കൂടെ വന്നു. ഇത്രയും മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നത്തെ ഒന്നും ഞങ്ങളോട് ഈ റിയാസ് വിളിച്ച് പറയട്ടെ, വേറുള്ളവർ ഞങ്ങളോട് പറയട്ടെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം തന്തയെ വിളിച്ച് ഈ ഇളയ മോനെയും വിളിച്ച് എന്തെങ്കിലും രഹസ്യത്തിൽ സംസാരിക്കും. ഞങ്ങളെ ഈ റിയാസ് വിളിച്ച് പറയുവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വിളിക്കുന്നതെന്ന് പറയാം ഈ മോനോടാ സംസാരിക്കുന്നത്. ആലോചിക്കുന്നത് ഈ ഇപ്പോൾ റിയാസ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി? പിന്നെ ഞാൻ 55,000 രൂപ ഒരാളിനോട് മേടിച്ച് അതിന് അയാൾക്ക് കൊടുത്ത എത്ര? അയാൾക്ക് കൊടുത്ത് 25,000 രൂപ. അവിടെ ചെന്ന് അയച്ചു. 25,000 രൂപ 2 വട്ടമായിട്ട് മേടിച്ച്. റിയാസ് 20 മേടിച്ച് റിയാസിന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ 5,000 രൂപ മേടിച്ചിട്ടുണ്ട്. 25,000. ആ ടിക്കറ്റ് പൈസ പ്ലെയിൻ ടിക്കറ്റ് ഞങ്ങളാണ് എടുത്തത്. വിസയ്ക്ക് മാത്രം കാശ് വേണ്ടെന്ന് എന്നും വിളിക്കും. എന്നും വിളിക്കുമായിരുന്നു. മരിക്കുന്നതിന്റെ അന്ന് വരെ വൈകിട്ട് 6 മണി വരെ എന്നെ വിളിച്ചു. നിങ്ങൾക്ക് ജോലിയില്ല? ഇല്ല, ഒരു ജോലിയില്ല. നിങ്ങളുടെ വീട് എവിടെയാ? എൻ്റെ വീട് 10 പേര്. ഇയാൾ പൊടിവിൽ ജോലി ചെയ്ത ആരെക്കൂടെ ആയിരുന്നു മരിക്കണ സമയത്ത്? അന്ന് അറബി ഇല്ലായിരുന്നു. അന്ന് മോന പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ വരെ പോകുവാന്നാ ഇതിന്റെ അമ്മ വിളിച്ചപ്പോ. അതോ വേറെ എന്തെങ്കിലും? മരിച്ചതിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് സംശയം തുടങ്ങിയത്. ഫോട്ടോ ഉണ്ട്, കാർ ആക്സിഡന്റ് എന്ന് അവര് പറയുന്നത്. അത് ഈ അടക്കം കഴിഞ്ഞ പിറ്റേന്ന് കാണിക്കുന്നു. ബോഡി കൊണ്ടുവന്ന് ഇല്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത കാര്യം ഞാൻ ചോദിച്ചത്. അവർ പറഞ്ഞ് എംബാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എംബാം ചെയ്ത പോസ്റ്റ്മോർട്ടത്തിന് തുല്യമാണെന്ന് വെച്ചാൽ പറഞ്ഞു ആണ് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അറിവ് വെച്ച് എന്തോ ലിക്വിഡ് ശരീരത്തിൽ കുത്തിവെക്കുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അല്ല, എംബാം ചെയ്ത എൻ്റെ റിപ്പോർട്ടുണ്ട് തരാമെന്ന് പറഞ്ഞു. അടങ്ങി കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു.
അത് തരാതായപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ തുടങ്ങിയത്. 18 ദിവസം കഴിഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടില്ല? ഇല്ല, സാധനം തന്നിട്ടില്ല. രാത്രി കൊണ്ടുവന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഫ്രീസറിനകത്ത് വെക്കുമായിരുന്നു. അപ്പൊ അവിടെ എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ? ഇല്ല, അപ്പൊ നമുക്ക് അങ്ങനെ ഡൗട്ട് ഒന്നും തോന്നിയില്ല. അന്നേരം തോന്നിയില്ല, ഡൗട്ടായിട്ട് നമുക്ക് തോന്നിച്ചിട്ടില്ല. പിന്നീടുള്ള ഈ പ്രവൃത്തികളാണ് ഫോട്ടോയും പ്രവൃത്തിയിലും ഞങ്ങൾക്ക് സംശയം വന്നത്. പിന്നെ പിന്നെ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാതൊക്കെ വന്നപ്പോഴാണ് നമുക്ക് പലരും പല രീതിയിൽ പറയുന്നത്. ഇപ്പൊ അന്നയാള് തന്നെ പറഞ്ഞിട്ട് കൊണ്ടുപോയ ആൾക്ക് ഉത്തരവാദിത്തമില്ല, ലഗേജുകളും ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ കൊണ്ട് തരേണ്ടത്. അതുകൊണ്ട് തരാതെ വന്നപ്പോഴും അത് ചോദിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിൽ റിയാസിന്റെ വൈഫ് ഞങ്ങളുടെ തട്ടിക്കാരൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ എന്ന് അറിയണം. ഇങ്ങനെ ഒരു സംഭവം ആക്സിഡന്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടോ ട്രാഫിക്കിന്റെ, പക്ഷെ അത് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. നിങ്ങൾ എംബസിയിലേക്ക് ഒരു കത്തയക്കണം. നിങ്ങളൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ, ഒരു ആക്സിഡന്റിലാണോ മരിച്ചത്, ആണ് അതിൻ്റെ ഏറ്റവും നല്ല വഴി. ഇന്ത്യൻ അംബാസിഡർക്ക് നിങ്ങൾ നിങ്ങളുടെ MP ആലപ്പുഴ MP വേണുഗോപാല വേണുഗോപാലല്ലേ, വേണുഗോപാൽ മുഖാന്തരം ഒരു കത്തയക്കുക എംബസിയിൽ. നിങ്ങളൊരു കത്ത് എഴുതിയിട്ട് അദ്ദേഹത്തിന് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ കവറിംഗ് ലെറ്റർ അടക്കം എംബസിയിലേക്ക് പോകും. അതായത് ഇയാൾ ഇദ്ദേഹം പിന്നെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട്, ഇതിൻ്റെ പാസ്പോർട്ടാണ്, ഇദ്ദേഹം ഈ ആക്സിഡൻറ്റിൽ തന്നെയാണോ മരിച്ചത് എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ പോലീസ് കേസും മറ്റും വന്നിച്ചാൽ ഞങ്ങൾ ഇന്ന വിഭാഗത്തിലുള്ള ജനവിഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നിങ്ങൾ അവിടുത്തെ അംബാസഡർക്ക് അയക്കണം. ആ കത്ത് ഒന്ന് നേരിട്ട് അയക്കുക, ഒരു കോപ്പി KC വേണുഗോപാലിന് കൊടുക്കുക. വേണുഗോപാൽ അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി വേണുഗോപാലിനോട്. വേണുഗോപാൽ എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പം അതിനൊരു നിജസ്ഥിതി അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഈ ഇപ്പോൾ നമ്മളുടെ നിങ്ങളോട് വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പ്രവാസ ലോകത്തിൽ എംബസിയോട് അതിനെ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പൈസ ഇപ്പോൾ ഒരു കൊല്ലം നിന്നുണ്ട അല്ലാതെ കോമ്പൻസേഷൻ നിങ്ങൾക്ക് വല്ല വക്കീൽ നിങ്ങളൊന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല? കൊടുത്തിട്ടുണ്ട്. 500 രൂപ പത്രത്തിൽ എഴുതിച്ച് ഞങ്ങൾ അറിയുന്നില്ല, ഇംഗ്ലീഷിലെല്ലാം എഴുതി കൊണ്ടുവന്നു. എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിലെല്ലാം എഴുതി വക്കീലിനെ കൊണ്ട് എഴുതിപ്പിച്ചു. അവരെഴുതിച്ച് വക്കീലിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നാട്ടിൽ അതിലുണ്ട്. അതിനകത്ത് ഒരെണ്ണം മരിച്ചതിനെ പറ്റി യാതൊരു കംപ്ലൈന്റും ഒന്നുമില്ലെന്നും ഇല്ലെന്നും പറഞ്ഞ് ഞങ്ങളിത് അറിയുന്നില്ല. ഒപ്പിട്ട് കൊടുത്ത് നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാനാന്ന് പറഞ്ഞ് ഞങ്ങളോട്. അങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഇത് മരിച്ച അറിയത്തില്ല, വീട്ടിലെ അറിയത്തില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല സംഭവം. മരിച്ചിട്ടുണ്ടെന്ന് ആക്സിഡന്റ് ആണെന്ന് മാത്രം ഞങ്ങളെ അറിയിപ്പിച്ചുള്ളായിരുന്നു. ഞങ്ങൾ ഒരു കത്തയക്കണം അടിയന്തരമായിട്ട്. നാട്ടിൽ കൊണ്ടുവരാറായപ്പോഴാണ് ആ പേപ്പർ പിടിച്ചിട്ട് അതെ ആ പേപ്പറില്ലേ നിങ്ങൾ ആ പേപ്പറിൽ എന്താ എഴുതിയുള്ളത് നിങ്ങൾ വേറെ വക്കീലിനെ കൊണ്ട് കാണിക്കും. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും നല്ല വക്കീലിനെ കാണിക്കും. ആ വക്കീലിനല്ല വേറെ വക്കീലിനെ കാണിച്ചിട്ട് ഇതിലെന്താ എഴുതിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ദോഷകരമായിട്ട് എന്താ ഉള്ളത് മനസ്സിലായില്ലേ. ഞങ്ങൾക്ക് ഇതിന് കോമ്പൻസേഷൻ ഉണ്ടാവും. ഡെത്ത് ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ട് മണി ഉണ്ടാവും, യാതൊരു സംശയമില്ല. നല്ലൊരു സംഖ്യ ഉണ്ടാവും. അത് ഈ റിയാസ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഫോണിൽ വിളിച്ചിട്ട് കൊച്ചിൻ്റെ പേരിൽ ഒരു 4% തുകയുണ്ട്, അത് കൊച്ചിൻ്റെ പേരിൽ ചെക്കായിട്ടാണ് അടവ് തന്നേക്കുന്നത്, അത് കൊച്ചിൻ്റെ പേരിൽ നാട്ടിൽ വന്ന് ബാങ്കിലിടും, അത് കൊച്ചിന് 18 വയസ്സ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നാട്ടിൽ വന്ന് ഇതെല്ലാം ഞാൻ ചോദിച്ചപ്പോൾ അവർ നോക്കണ്ട. അതായത് ഭാര്യയ്ക്കുണ്ട്, കൊച്ചിനുണ്ട്, അച്ഛനമ്മക്കൊക്കെ കിട്ടും. അത് ലീഗലായ ഇത് പ്രകാരമാണ് കിട്ടുക. ഞങ്ങളെ ഒരു ഭീഷണിപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എത്രയാണ് ബ്ലഡ് മണി എന്നറിയണം. ബ്ലഡ് മണി അവർ ഫിക്സ് ചെയ്യുക, കോടതി ഫിക്സ് ചെയ്യുക. അപ്പോൾ ഈ ബ്ലഡ് മണി ഞങ്ങളിത് വാങ്ങിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഞങ്ങളെക്കൊണ്ട് തെറ്റായി വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യയും അച്ഛനും അമ്മയും കൂടി ഒപ്പിട്ടിട്ടുള്ള ഒരു കത്ത് എംബസിയിലേക്ക് അയക്കണം. നല്ല വക്കീലിനെ കാണുക, പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, നല്ല വക്കീലിനെ കാണുക. എന്നിട്ട് പറയുക ഞങ്ങൾക്ക് കിട്ടുന്ന പണം എംബസി നേരിട്ട് വാങ്ങി ഞങ്ങളുടെ ഈ ലീഗലായ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ആരൊക്കെയാണ് നിയമപരമായിട്ടുള്ള അവകാശികൾ ഹിന്ദു ആക്ട് പ്രകാരം. സ്വത്താവകാശം ഉണ്ടല്ലോ പാരമ്പര്യമായിട്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ആർക്കൊക്കെയാണ് സ്വത്താവകാശം ഉള്ളത് വെച്ചാൽ അത് തഹസിൽദാർ തരും. ആ സ്വത്താവകാശ പ്രകാരമാണ് നിങ്ങൾക്ക് കിട്ടുക. ഭാര്യയ്ക്കുണ്ടാവും, കുട്ടിക്കുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പിന്നെ അച്ഛനും അമ്മക്കൊക്കെ ചെറിയ ഷെയർ ഉണ്ടാവും. അതാണ് ഉണ്ടാവുക, ആണ് അതിൻ്റെ ഒരു നിയമം. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും കൂടിയുള്ള ഷെയർ തഹസിൽദാർ തരും. മനസ്സിലായില്ലേ?
അവകാശ സർട്ടിഫിക്കറ്റിന്മേലാണ് ഇത് തരേണ്ടത് എന്നും എംബസിയാണത് ഏറ്റുവാങ്ങേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നിങ്ങൾ കൊടുക്കണം. അത് നമുക്ക് എംബസി മുഖാന്തരം നമുക്ക് വാങ്ങിക്കും കേട്ടാ. അത് കിട്ടും, അതൊക്കെ കിട്ടും. അതൊക്കെ അവർ സഹായിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മളിപ്പോൾ അവരങ്ങനെ ഇതായിട്ട് കാണണ്ട. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ആക്സിഡൻ്റ് ആണോ അല്ലേ എന്നുള്ളത്. അതിനെ പറ്റിയൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കേട്ടാ. ആക്സിഡൻ്റ് ആണെങ്കിലേ ഈ പൈസ കിട്ടും. നിങ്ങൾ റഫീഖിനായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക, എന്നായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ ഏതെങ്കിലും വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിനെ പറ്റിയുള്ള പോയിന്റ് പറയും. നല്ല വക്കീലിൻ്റെ അടുത്ത് പോകണം കേട്ടാ. വിദേശത്ത് വെച്ചുണ്ടായ ഒരു മരണത്തിൽ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രവാസലോകം വീണ്ടും വീണ്ടും പറയുന്നു, ലോക്കൽ പോലീസിന് പരാതി നൽകിയതിനു ശേഷം മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്താവുന്നതാണ്. സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം സംശയവുമായി മുന്നോട്ടു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ഓർമ്മപ്പെടുത്തലോടെ പ്രവാസലോകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.